നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് പ്രാദേശിക വിശേഷങ്ങളിലേക്കാണ്. നാട്ടിലെന്തുണ്ട്. നാട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നാട്ടിലെ പ്രധാന വിശേഷം ചൂടാണ്. വളരെ ഉയർന്ന ചൂടാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത്. ഇന്നലെ അടുത്ത ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ചൂട് കൂടുന്നത് നമ്മുടെ നാട്ടിലെ പല മേഖലയിലും ബാധിക്കുന്നുണ്ട്. കാർഷിക മേഖലയാണ് അതിൽ ഏറ്റവും പ്രധാനം. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏലം ഉൽപാദന കേന്ദ്രമായ ഇടുക്കിയിൽ താപനില ഉയർന്നതോടെ ഏലം കർഷകർക്ക് നെഞ്ചിടിപ്പേറുകയാണ്. മുൻ വർഷം ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു. ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ കനത്ത ചൂടിൽ ഹെക്ടർ കണക്കിന് തോട്ടങ്ങളിലാണ് ഏലച്ചെടികൾ പൂർണ്ണമായും കരിഞ്ഞു നശിച്ചത്. എന്നാൽ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി നീക്കാതിരുന്ന തോട്ടങ്ങളിലെ ഏലച്ചെടികൾ ഉണങ്ങിയിരുന്നില്ല. ഇത്തവണ കൊടും ചൂട് മുന്നിൽ കണ്ട് കർഷകരിൽ പലരും തോട്ടങ്ങളിലെ മരശിഖരങ്ങൾ വെട്ടി നീക്കിയിട്ടില്ല. എന്നാൽ തെളിഞ്ഞുകിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലെ ഏലച്ചെടികൾ വാടുന്നുണ്ട്. ശക്തമായ വെയിലടിക്കുന്ന പ്രദേശങ്ങളിൽ പച്ചവല കെട്ടിയും പടുതാക്കുളങ്ങളിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളമെടുത്തും വേനലിനെ കർഷകർ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ പടുതാക്കുളങ്ങൾ വറ്റും. തോടുകൾ വറ്റുന്നതോടെയും പടുതാക്കുളങ്ങളിലെ വെള്ളം തീരുന്നതോടെയും ചെറുകിട കർഷകർ ദുരിതത്തിലാകും. വൻകിട കർഷകർക്ക് മാത്രമേ വലിയ സംഭരണ ശേഷിയുള്ള പടുതാക്കുളങ്ങൾ സ്വന്തമായുള്ളൂ. കഴിഞ്ഞ വർഷം നമുക്ക് കടുത്ത വേനലാണ് അനുഭവപ്പെട്ടത്. അത് വേനൽ അനുഭവപ്പെട്ടുകൊണ്ട് ഏലമൊക്കെ ഉണങ്ങി, ഒത്തിരി കർഷകരുടെ ഏലം ഉണങ്ങി നശിച്ചുപോയി. അതിൽ നിന്നിപ്പോൾ അതിജീവിച്ച് ഏലം സംരക്ഷിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും കാലാവസ്ഥ ഇതുപോലെ നീണ്ട് ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏലം നമ്മുടെ ഈ മേഖലയിൽ നിന്നും പരിപൂർണമായിട്ട് ഇല്ലാതാവുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമുക്ക് കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. വില കുറയുമ്പോൾ വില വർദ്ധിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ വില നേരിയ തോതിൽ ഉയർന്നതല്ലാതെ വലിയ കുതിപ്പ് ഉണ്ടായിട്ടില്ല. 2800 രൂപയാണ് കമ്പോളത്തിൽ ഉയർന്ന വിലയായി ലഭിക്കുന്നത്. വൻകിട കമ്പനികളും ലേല ഏജൻസികളും ലേല കേന്ദ്രങ്ങളിൽ നിലവാരമില്ലാത്ത ഏലക്കായ ലേലത്തിനെത്തിച്ച് കുറഞ്ഞ വില കാണിക്കുകയും ഇത് വിലയിടിവിന് കാരണമാവുകയും ചെയ്യാറുണ്ടെന്നാണ് ആക്ഷേപം. ലേലത്തിൽ പതിഞ്ഞ ഏലക്കായ തന്നെ വീണ്ടും ലേലത്തിനെത്തിച്ച് ഏലക്കായുടെ ഉൽപ്പാദനം ഉയർത്തിക്കാണിച്ചും വിലയിടിക്കുന്നത് പതിവാണ്. 2019 ഓഗസ്റ്റിൽ ഏലക്കായ വില 7000 ആയതോടെ വളം കീടനാശിനി വിലകൾ 3 ഇരട്ടിയായി ഉയർന്നിരുന്നു. തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചു. ഇതോടെ ഉൽപ്പാദന ചെലവും ഇരട്ടിയായി. ന്യൂസ് 18 ഇടുക്കി. വേനലായതോടെ നാടിന്റെ വിവിധയിടങ്ങൾ ജലക്ഷാമത്തിന്റെ പിടിയിലുമാണ്. എന്നാൽ കുടിവെള്ളം ഉറപ്പിക്കാൻ തങ്ങളെ കൊണ്ടാവും വിധം പ്രവർത്തിക്കുകയാണ് വിഴിഞ്ഞം KSRTC ഡിപ്പോയിലെ ജീവനക്കാർ. പ്രദേശത്തെ പഴയ കുളം ഇവരെല്ലാവരും ചേർന്ന് വൃത്തിയാക്കി. വിഴിഞ്ഞം KSRTC ഡിപ്പോയിൽ ആഴ്ചയിൽ ഒരിക്കൽ പണം നൽകി വാങ്ങുന്ന വെള്ളം മാത്രമാണ് ആവശ്യങ്ങൾക്കായുള്ളത്. വേനലായാൽ പ്രതിസന്ധി രൂക്ഷമാകും. ഇതോടെയാണ് 3 പതിറ്റാണ്ടായി ഉപയോഗശൂന്യമായ കുളം ശുചീകരിക്കാൻ ഡിപ്പോയിലെ ജീവനക്കാർ തീരുമാനിച്ചത്. ആവശ്യം KSRTC അധികൃതരെ അറിയിച്ചു. ന്യായമായ ആവശ്യമായതിനാൽ കോർപ്പറേഷൻ പരിമിതിക്കുള്ളിൽ നിന്നും ഒരു തുക അനുവദിച്ചു. പിന്നാലെ കുളം നവീകരണം തുടങ്ങി. ആഴം കൂടുന്തോറും തുക തികയാതെ വന്നു. ഒടുവിൽ JCB മാറ്റി ഡിപ്പോയിലെ ജീവനക്കാർ തന്നെ ഒറ്റക്കെട്ടായി ഇറങ്ങി. ഏകദേശം 10 ആൾ താഴ്ചയിലെത്തിയപ്പോൾ ഇവിടെ നിന്നും 350-ലേറെ ലോഡ് മണ്ണും മാലിന്യവും നീക്കി. എങ്കിലും ജീവനക്കാർ തളർന്നില്ല. കുളം വൃത്തിയാക്കി ജലം സംഭരിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അവർ. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും തികയാതെ വരുന്ന സാഹചര്യമാണ്. ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബസ്സുകൾ വാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെല്ലാം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളനവീകരണമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. 50 ലോഡ് ചെളി മാറ്റാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 350ഓളം ലോഡ് വേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇനിയും വേസ്റ്റ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് എല്ലാ വിഭാഗം ജീവനക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ശുചീകരണ യജ്ഞം എന്നുള്ള രീതിയിൽ വിഴിഞ്ഞം ഡിപ്പോയിൽ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡ്യൂട്ടിയില്ലാത്തവരെ ഉൾപ്പെടുത്തിയാണ് ശുചീകരണം. ഇതിലൂടെ ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 വിഴിഞ്ഞം.
ഇടുക്കി കാഞ്ചിയാർ പടുകയിൽ പ്രവർത്തിക്കുന്ന അനധികൃത പാറമടയ്ക്കെതിരെ നടപടിയില്ലാത്തതിൽ വലിയ ആരോപണങ്ങൾ ഉയരുകയാണ്. കുളം നിർമ്മിക്കാനെന്ന വ്യാജേനയാണ് ഇവിടെ അനധികൃത പാറ ഖനനം നടക്കുന്നത് എന്നാണ് പരാതി. സ്ഥലത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ജിയോളജി വകുപ്പ് നൽകിയ കത്തിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും റവന്യൂ വകുപ്പ് മറുപടി നൽകിയിട്ടുമില്ല. കാഞ്ചിയാർ പടുകയിലെ പാറമട ജിയോളജി വകുപ്പ് ഒക്ടോബർ മാസത്തിൽ നൽകിയ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം. കുമളി സ്വദേശിയായ ഷൈൻ വർഗീസാണ് സ്ഥലമുടമ. കുളം നിർമ്മിക്കുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. പാറ പൊട്ടിക്കേണ്ടി വന്നാൽ പുറത്തു കൊണ്ടുപോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇത് ലംഘിച്ച് 3500-ലധികം ലോഡ് പാറ ഇവിടെ നിന്ന് കടത്തിയെന്നാണ് പരാതി. അനധികൃത ഖനനം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം വേണ്ട രീതിയിൽ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എല്ലാ പട്ടയങ്ങളിലുള്ള പാറ പൊട്ടിക്കാൻ പാടില്ല, മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ള നിയമ ഭേദഗതി ഉണ്ടായത്. അപ്പോൾ അതൊരു വലിയ അവസരമായിട്ട് CPM നേതാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ. കാരണം അവർക്ക് നിയമം ബാധകമല്ല, CPMന് നിയമം ബാധകമല്ല. ഈ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം നട്ടെല്ല് കാണിക്കണം. പുതിയ ജില്ലാ കളക്ടർ ഈ കാര്യത്തിൽ പഴയ ജില്ലാ കളക്ടർ കൊടുത്തിട്ടുള്ളതിന് മേൽ നടപടി എടുത്തിട്ടില്ല. പുതിയ ജില്ലാ കളക്ടർക്ക് ഇതിനുള്ള തന്റെ ഇടം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനധികൃത ഖനനത്തിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥല ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് മുതലമടയിൽ ബന്ധുക്കളായ വിദ്യാർത്ഥിനിയും യുവാവും തൂങ്ങി മരിച്ച നിലയിൽ. കൊട്ടപ്പള്ളം സ്വദേശിനിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അർച്ചന, ബന്ധു ഗിരീഷ് എന്നിവരാണ് മരിച്ചത്. പെൺകുട്ടിയെ കൊട്ടപ്പള്ളത്തെ വീട്ടിനുള്ളിലും യുവാവിനെ ചുള്ളിയാർ ഡാമിന് സമീപത്തെ തോട്ടത്തിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ മൂന്നാറിൽ ആക്രമണം നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വന്നു. പക്ഷേ എന്നാലും മൂന്നാറിന്റെ മനസ്സ് പടയപ്പയോളം കീഴടക്കി അല്ലെങ്കിൽ നാട്ടുകാർക്ക് അത്രത്തോളം പ്രിയങ്കരനായ മറ്റൊരു കാട്ടാന ഉണ്ടാവില്ല. നാടിന്റെ നായകനായി വിലസിയിരുന്ന പടയപ്പ പക്ഷേ ഏതാനും നാളുകളായി വില്ലനാണ്. പൊതുവെ ശാന്തനായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണങ്ങൾ പതിവാക്കി നാട് വിറപ്പിച്ചാണ് ഓരോ ദിവസവും കാട് വിട്ടിറങ്ങുന്നത്. ഒത്ത ഉയരം, വിരിഞ്ഞ മസ്തകം, നീണ്ടുവളഞ്ഞ മനോഹരമായ കൊമ്പുകൾ, ആനച്ചന്തത്തിന്റെ പൂർണ്ണതയാണ് പടയപ്പ. മൂന്നാറിലും മറയൂരിലും ദേവികുളത്തുമൊക്കെ എപ്പോൾ വേണമെങ്കിലും പടയപ്പേത്തും. കാടിനേക്കാൾ കൂടുതൽ നാട്ടിലാണ് വാസം. മുൻപ് ചില വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ തകർത്ത് പഴങ്ങളൊക്കെ അകത്താക്കുകയും ചില സമയങ്ങളിൽ വാഹനങ്ങൾ തടയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പ്രിയങ്കരനായിരുന്നു പടയപ്പ. എന്നാൽ 2 വർഷങ്ങളായി സ്ഥിതി മാറി. ഇപ്പോൾ പതിവായി ആക്രമണങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 1 മണിക്ക് വന്നിട്ട് പടയപ്പണ്ണയാണ് വന്നിട്ട് സീറ്റൊക്കെ പൊളിച്ചിട്ട് കരയെടുത്ത് പുറത്തിട്ട് വേസ്റ്റാക്കി ഇറങ്ങി. ഞാനെ കണ്ടാൽ തന്നെ ഇപ്പൊ ഭയങ്കര പേടിയാണ്. ഫോറസ്റ്റുകാർ അപ്പോൾ തന്നെ വന്നു ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട്. അവർ പറഞ്ഞത് പടയപ്പാണെങ്കിൽ ഇപ്പൊ മതപ്പാടുള്ളത് കൊണ്ട് ഒന്ന് സൂക്ഷിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പോൾ. ഇത്തവണ മതപ്പാടിലായതോടെ ആക്രമണം വർദ്ധിച്ചു. മൂന്നാർ മറയൂർ പാതയിലും ദേവികുളം പാതയിലും നിരവധി തവണ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. വാഹനങ്ങളെ ആക്രമിച്ചു. വിവിധ സംഭവങ്ങളിലായി 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിനൊപ്പം ഉൾവനത്തിലാണെങ്കിലും വീണ്ടും ആക്രമണവാസനയുമായി കാട് വിട്ടിറങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. ചേലോടെ ചെല്ലാനം പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ MRF ഫെസിലിറ്റി എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി സുസ്ഥിര മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമാണ് ചേലോടെ ചെല്ലാനം പദ്ധതി. കൊച്ചിയിലെ സുസ്ഥിര മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായാണ് ചേലോടെ ചെല്ലാനം പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. CII ഫൗണ്ടേഷനും ചെല്ലാനം ഗ്രാമപഞ്ചായത്തും GICയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ MRF ഫെസിലിറ്റി എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഉദ്ഘാടനം ചെയ്തു.
മികച്ച പ്രതികരണമാണ് ചേലോടെ ചെല്ലാനം പദ്ധതിക്ക് ജനങ്ങൾ നൽകുന്നതെന്നും പദ്ധതി ചെല്ലാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. So it is very, very appropriate and really fantastic that CII came forward for this wonderful project in Chelanam Coastal Panchayat with huge ecological value, and I am really thankful first of all. ആദ്യം തന്നെ ഈ പ്രോജക്ട് CIIക്ക് എത്രയോ പ്രോജക്ട്സ് ചെയ്യാം, എത്രയോ പഞ്ചായത്തുണ്ട്, എത്രയോ പ്രോജക്ട്സ് ചെയ്യാം, എത്രയോ മേഖലകളുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് ചെല്ലാനം പഞ്ചായത്തിൽ MRF വേസ്റ്റ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്ത് പ്രോജക്ട് ചെയ്ത CII ഭാരവാഹികളെ ആദ്യം തന്നെ അഭിനന്ദിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. പുതിയ MRF വരുന്നതോടുകൂടി മാലിന്യ വേർതിരിക്കലിനും സംസ്കരണത്തിനും വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് CII കേരള ചെയർമാൻ വിനോദ് മഞ്ഞില പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി മാലിന്യ ശേഖരണത്തിനായി നൽകിയ ഇ-കാർഡ് സേവനം വളരെ സഹായകരമായിട്ടുണ്ട്. മാത്രമല്ല, പദ്ധതിയിലൂടെ ഹരിതകർമ്മസേനാംഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും കഴിഞ്ഞെന്നും വിലയിരുത്തലുണ്ട്. ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഫുൾ സഹകരണവും ഫുൾ സപ്പോർട്ടും അവരുടെ ലീഡർഷിപ്പും, ഈ പ്രോജക്റ്റിന്റെ ലീഡർഷിപ്പ് തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് അയക്കുന്നത്. ഈ മാലിന്യമുക്ത നവകേരളത്തിൽ ജനപ്രതിനിധികളുണ്ട്, കളക്ടറുണ്ട്, പല ഉദ്യോഗസ്ഥരുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറീസ് ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഈ പഞ്ചായത്തിന്റെ ഹെൽത്ത് വിങ്ങും അതേപോലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഫീൽഡിൽ ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാനുള്ള എല്ലാ എഫേർട്സും എടുക്കുന്നത്. സോ അവരെ ഈ പരിപാടിയിൽ ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമ്മുടെ താരങ്ങൾ, നമ്മുടെ സ്റ്റാർസ്. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലീഡർഷിപ്പ് ആൻഡ് സപ്പോർട്ട്. മുൻ CII ചെയർമാനും സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് MDയുമായ അജു ജേക്കബ്, CII പ്രിൻസിപ്പൽ അഡ്വൈസറും സോഷ്യൽ ഇനീഷ്യേറ്റീവ് തലവനുമായ സുനിൽകുമാർ മിശ്ര തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ വിവാദമുണ്ടാകുന്നത് മലപ്പുറം ചുങ്കത്തറയിലാണ്. കൂറുമാറി ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബയുടെ ഭർത്താവ് സുധീറിനെതിരെ ഫോണിലൂടെ CPM നേതാക്കൾ ഭീഷണി മുഴക്കിയെന്ന പ്രചാരണത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയാണ് ഇടതുപക്ഷം. ചുങ്കത്തറയിൽ PV അൻവർ നടത്തിയ കൊലവിളി പ്രസംഗം മറച്ചുവെക്കാൻ ഏരിയ സെക്രട്ടറിക്കെതിരെ തെറ്റായ പ്രചരണം നടക്കുന്നുവെന്നാണ് CPM ചുങ്കത്തറ ഏരിയ നേതൃത്വം പറയുന്നത്. UDF 25-ന് വൈകിട്ട് നടത്തിയ ചുങ്കത്തറ പൊതുയോഗത്തിലാണ് PV അൻവർ CPM പ്രവർത്തകരുടെ വീട്ടിൽ കയറി തലയടിച്ചു പൊളിക്കുമെന്ന പ്രസംഗം നടത്തിയത്. ഇത് വിവാദമായതോടെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അൻവറും വേദി ഒരുക്കിയ UDFുമാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തുന്നതെന്നാണ് ഇടതുപക്ഷം വിശദീകരിക്കുന്നത്. അൻവറെ കണ്ടിട്ട് തീരുമാനം എടുക്കാൻ ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഇത് പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചത് ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവുകയും ഈ പാർട്ടീനെ പുറത്ത് കുത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് നമുക്കുണ്ടാവും. നമുക്ക് നോക്കാം. ഇത് അൻവറിന്റെ പിന്നാലല്ലേ, ഇത് അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് എനിക്കറിയാം എന്താ അൻവർ എന്നത്. ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. നമുക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. ഇത് അൻവറിന് UDFന്റെ UDFന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ ഇത് പോകാന്നല്ല ഇത് പറഞ്ഞു. ഇന്നലെ അതാണല്ലോ ഇത് പറഞ്ഞിരുന്നത് ഒരാളോട്. ഇതുകൊണ്ട് ഈ UDFന്റെ ഞാൻ കാണിക്കോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയിരുന്നുണ്ട്. അന്തരിച്ച CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ P രാജുവിന്റെ പൊതുദർശനം ഇന്ന് പറവൂർ ടൗൺ ഹാളിൽ നടക്കും. CPI ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കേണ്ടെന്നാണ് രാജുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. ഇക്കാര്യം ബന്ധുക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. CPIയിൽ നിന്ന് രാജുവിന് നീതി കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. P രാജുവിനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടും അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചുവരാൻ അവസരം നൽകിയില്ല. അതേസമയം ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് ആഘാതമുണ്ടാക്കിയെന്ന് മുതിർന്ന നേതാവ് K ഇസ്മയിലും ഫേസ്ബുക്കിൽ കുറിച്ചു. ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തി നിർഭരമാക്കി കൊല്ലം അമൃതപുരി. ശിവരാത്രിയിൽ ശിവനെ ഭജിക്കുന്നതിലൂടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശാന്തി ലഭിക്കാനും കഴിയുമെന്ന് മാതാ അമൃതാനന്ദമയി ശിവരാത്രി ദിന സന്ദേശം നൽകി. മുതിർന്ന സന്യാസികൾ, ബ്രഹ്മചാരികൾ, ആശ്രമ അന്തേവാസികൾ, വിദേശികൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തു.
കൊല്ലത്ത് MDMAയും കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിലായി. കുലശേഖരപുരം സ്വദേശി അനീഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കരുനാഗപ്പള്ളി നീലിക്കുളത്തിന് സമീപം പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പ്രതിയിൽ നിന്ന് 5.76 ഗ്രാം MDMAയും 318 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. പ്രതിക്ക് ലഹരി എത്തിച്ചു നൽകിയവരെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കൊല്ലം നഗരത്തിൽ ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ആഹാരം പിടിച്ചെടുത്തു. കളക്ടറേറ്റിന് സമീപമുള്ള ഹോട്ടലിൽ നിന്നാണ് കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡ് ദിവസങ്ങൾ പഴക്കമുള്ള ആഹാര സാധനങ്ങൾ പിടിച്ചത്. ഹോട്ടലിന് പിഴ ചുമത്തിയതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പിടിച്ചെടുത്ത ആഹാര സാധനങ്ങൾ കോർപ്പറേഷൻ ഓഫീസിലെത്തിച്ച് നശിപ്പിച്ചു. ഒറ്റപ്പാലം സുന്ദരയ്യർ റോഡിൽ ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. മലപ്പുറം പെരുമ്പഴപ്പ് ആയൂരൂർ നാലകത്തിൽ യൂസഫ്, കോയമ്പത്തൂർ കൗണ്ടമ്പാളയം ബാലാജി നഗറിലെ ശിവപ്രകാശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വീട്ടുജോലിക്കാരിയായ കണ്ണിയമ്പുറം സ്വദേശിയുടെ മാലയാണ് പിടിച്ചുപറിച്ചത്. മറ്റൊരു മോഷണ കേസിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഇരുവരെയും കോടതി മുഖേന കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 21-നായിരുന്നു സംഭവം. ആ ദിവസം തന്നെ ഇവർ വടക്കാഞ്ചേരിയിലും മോഷണം നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇരുവരെയും സുന്ദരയ്യർ റോഡിലെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. താൽക്കാലിക ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതിന് കടയുടമയെയും ജീവനക്കാരെയും മർദ്ദിച്ചു. കൊല്ലം കടക്കൽ മണൽവട്ടത്തായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കായിരുന്നു കടക്കൽ കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ചത്. മർദ്ദന ദൃശ്യങ്ങളും പുറത്തുവന്നു. മണലുവട്ടം സ്വദേശികളായ റൈജു, സഹോദരനായ റിജു, ഷൈജൂൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. റൈജുവിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതിനെ ചൊല്ലിയാണ് അക്രമം നടന്നത്. തുണിയിൽ ബിയർ കുപ്പി ചുറ്റിയും കമ്പിപ്പാര കൊണ്ടുമായിരുന്നു അക്രമമെന്ന് മർദ്ദനമേറ്റ യുവാക്കൾ പറയുന്നു. ഇന്നലെ രാത്രി നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ വേണ്ടി സമയത്താണ് അവരെ നമ്മൾ അടിച്ചത്. ഫസ്റ്റ് കുപ്പി കൊണ്ട് മോന്തയ്ക്ക് അടിക്കുന്നത്, പിന്നെ തലയ്ക്ക് വീണ്ടും കുപ്പിയിലടക്കി തുണി കെട്ടി തലയ്ക്കടിച്ച്, പിന്നെ കമ്പി കൊണ്ട് പറ മൊത്തം അടിച്ച് പൊട്ടിക്കണേ. തുടയിലും നടുവിലും മൊത്തം അടിച്ചു പൊട്ടി അടിവേറ്റി ചവിട്ടുകയും ചെയ്തു. കടക്കൽ മണലുവട്ടത്ത് ഹോട്ടൽ നടത്തിവന്ന ഷംനാദിനും ഹോട്ടലിലെ ജീവനക്കാരൻ സജീറിനും സുഹൃത്ത് അൻസിലിനുമാണ് മർദ്ദനമേറ്റത്. സഹോദരങ്ങളായ 3 സംഘമാണ് ആക്രമണം നടത്തിയത്. സംഘത്തിൽ ഒരാൾ ഇവരുടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. താൽക്കാലികമായി പിരിച്ചുവിട്ടതിലുള്ള വിരോധമാണ് അക്രമ കാരണമെന്ന് യുവാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതികൾക്കായി കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പോലീസ് ഇൻസ്പെക്ടറും സ്ഥാപന ഉടമയായ വനിതയും പിടിയിൽ. തോപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി CP സജയനെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപന ഉടമ പ്രീതി മാത്യുവിന്റെ അറസ്റ്റിനു പിന്നാലെയാണ് പോലീസ് ഇൻസ്പെക്ടറെയും അറസ്റ്റ് ചെയ്തത്. കോട്ടയം ജില്ലാ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ക്യാൻ അശ്വർ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പിൽ ലഭിച്ച പണം മാത്യു ഇൻസ്പെക്ടറായ സഞ്ജയ്ക്ക് പ്രീതി കൈമാറിയിരുന്നതായി പോലീസ് കണ്ടെത്തി. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പരാതിക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വ്യക്തമായതോടെയാണ് ഇൻസ്പെക്ടറെ പിടികൂടിയത്. ആൾതാമസമില്ലാതായതോടെ നാശത്തിന്റെ വക്കിലാണ് ഇടുക്കി മൂലമറ്റത്തെ KCB ക്വാർട്ടേഴ്സുകൾ. വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്കായി നിർമ്മിച്ച 300ഓളം ക്വാർട്ടേഴ്സുകളിൽ പകുതിയിലേറെയും താമസക്കാരില്ലാതെ നശിക്കുകയാണ്. മൂലമറ്റം പവർ ഹൌസിലുൾപ്പെടെ ജോലി ചെയ്യുന്ന വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്കായാണ് ഈ ക്വാർട്ടേഴ്സുകളെല്ലാം നിർമ്മിച്ചത്. കുറച്ചു വർഷം മുൻപ് വരെ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ക്വാർട്ടേഴ്സുകളിൽ പകുതിയിലും ആൾതാമസമില്ല. ഉപയോഗിക്കാതായതോടെ കെട്ടിടം നശിച്ചു. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ക്വാർട്ടേഴ്സുകൾ അത്രയും പുനരുദ്ധരിച്ച് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുമായി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ KCBക്ക് വലിയൊരു വരുമാനമാർഗമാണ് ഇവിടെ നാശോന്മുഖമായി നശിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി ഈ വിഷയത്തിലുണ്ടായാൽ വലിയൊരു സമ്പത്ത് KCBക്ക് ലഭിക്കാനുള്ള മാർഗമാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്.
കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ നശിപ്പിക്കാതെ ആവശ്യക്കാർക്ക് താമസത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. നിരവധി കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂലമറ്റം എന്ന് പറയുന്നത്. അവിടെ ജോലി ചെയ്യുന്ന പലരും ഒരു 40-50 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് നമ്മുടെ മൂലമറ്റത്തേക്ക് ഓഫീസുകളിലേക്ക് എത്തിച്ചേരുന്നത്. പലരും ബസ്സിലും മറ്റും സ്വന്തം വാഹനത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അവർക്ക് ഈ മൂലമറ്റത്തെ ഈ KCB ക്വാർട്ടേഴ്സൊക്കെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവരുടെ യാത്രാ ദുരിതത്തിനും അതുപോലെ താമസ സൗകര്യത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഈ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂലമറ്റം എന്ന് പറയുന്നത്. എലപ്പള്ളി, എടാടും, കണ്ടിക്കലും തുടങ്ങിയ ഈ മലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ മൂലമറ്റത്തിന് ശേഷമാണ് ജോലി ആവശ്യത്തിനും അതുപോലെ സ്കൂൾ ആവശ്യത്തിനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അവരിൽ പലരും ഇപ്പം മലമുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മൂലമറ്റം ടൗണിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്നുണ്ട്. എനിക്ക് പലരെ അറിയാം. അപ്പം അവർക്കൊക്കെ ഈ ക്വാർട്ടേഴ്സ് തുറന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിന് ഒരു വരുമാന മാർഗ്ഗമായിരിക്കും. KCBയിലെ ഈ ക്വാർട്ടേഴ്സുകളൊക്കെ നശിച്ചു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യും. പൊട്ടിപ്പൊളിഞ്ഞ ക്വാർട്ടേഴ്സുകൾ ആവശ്യമായ അറ്റകുറ്റപ്പണി നടത്തി വാടകയ്ക്ക് നൽകിയാൽ വകുപ്പിന് അധിക വരുമാനം ലഭിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പ്രീ സ്കൂൾ നവീകരണ പദ്ധതിയായ വർണ്ണ കൂടാരത്തിന് തുടക്കം. അഡ്വക്കേറ്റ് A. രാജ MLA ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ധനസഹായത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാലക്കാട് പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 160ഓളം ഗ്രാം MDMAയുമായി മൊത്ത കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷനിലാണ് MDMA ഇടപാടുകാരെ പിടികൂടിയത്. പട്ടാമ്പി മുതുതല ഗണപതി ക്ഷേത്രത്തിന് സമീപം വെച്ച് 11.54 ഗ്രാം MDMAയുമായി മണ്ണങ്ങോട് സ്വദേശി അക്ബറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നാലെ ഇയാളെ ഉപയോഗിച്ച് MDMAയുടെ മൊത്ത കച്ചവടക്കാരെയും പോലീസ് വലയിലാക്കി. മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി 148.15 ഗ്രാം MDMAയും കണ്ടെടുത്തു. ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്നത്. പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഈ പ്രദേശത്തേക്കാണ് മൊത്ത കച്ചവടക്കാരെ പോലീസ് തന്ത്രപൂർവ്വം എത്തിച്ചത്. പ്രതികളിൽ നിന്ന് 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ലഹരി കടത്തിന് 26 കേസുകളും ലഹരി ഉപയോഗത്തിന് 255 കേസുകളുമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് നല്ല വാക്കുകൾ.